ഇദ്ദേഹം ജെട്ടി മോഷ്ടാവ് ഇപ്പോഴും യോഗ്യനായിട്ട് മന്ത്രിയായിട്ട് തുടരുകയാണ് എന്നുള്ള വാർത്ത പുറത്തു വരുന്നു. പിണറായി വിജയൻ്റെ സമയത്ത് സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ ഇവനെ അന്ന് മന്ത്രി സ്ഥാനത്ത് പറഞ്ഞു വിട്ടത്. പക്ഷേ പിണറായി സഖാവ് ആശ്രിത വത്സലനായതുകൊണ്ട് ഈ രാജുവിനെ സംരക്ഷിച്ചു. അത് ഹൈക്കോടതിയിൽ നിന്ന് തൽക്കാലത്തേക്ക് ഒരു സ്റ്റേ സംഘടിപ്പിച്ചു. ഹൈക്കോടതി കേസ് തീരുമാനമായപ്പോൾ പുള്ളി സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി കിട്ടിയില്ല എന്ന് മാത്രമല്ല, തലക്കിട്ട് നല്ലൊരു കിഴുക്കും കൂടി കിട്ടി. നിശ്ചിത സമയത്തിനകത്ത് കേസ് തീർപ്പാക്കണമെന്ന ഉഗ്രമായ ഒരു ശാസന നെടുമങ്ങാട് മജിസ്ട്രേറ്റിന് കൊടുത്തു. സത്യം പറഞ്ഞാൽ ആന്റണി രാജുവിൻ്റെ കുഴി അദ്ദേഹം തന്നെ കുഴിച്ചു എന്നുകൂടെ പറയാം. ഹൈക്കോടതി വിധി അനുസരിച്ച് നേരെ നെടുമങ്ങാട്ടേക്ക് വന്നിരുന്നെങ്കിൽ ഇത്ര വലിയ അപകടം ഉണ്ടാകുമായിരുന്നില്ല. സുപ്രീം കോടതി തലക്കിട്ട് കിഴിക്കുക സ്ഥിതിക്ക് പിന്നെ നെടുമങ്ങാട് മജിസ്ട്രേറ്റിന് മുമ്പിൽ വേറെ ഓപ്ഷനില്ല. വിചാരണ സമയത്തിനുള്ളിൽ തീർത്തു എന്ന് മാത്രമല്ല, ആന്റണി രാജുവിനെ ശിക്ഷിക്കുകയും ചെയ്തു. ശിക്ഷിച്ചു എന്ന് കരുതി മജിസ്ട്രേറ്റ് കണ്ണിച്ചോരയില്ലാത്ത നടപടി ചെയ്തില്ല. ശിക്ഷ തൽക്കാലത്തേക്ക് മരവിപ്പിച്ചു, അപ്പീൽ കൊടുക്കുന്നവരെ ശിക്ഷ മരവിപ്പിച്ചു. അതിൻ്റെ പുറത്ത് അദ്ദേഹം ജില്ലാ കോടതിയിൽ അപ്പീൽ കൊടുത്തു. അവിടെയും ശിക്ഷ മരവിപ്പിച്ചു. പക്ഷേ അദ്ദേഹത്തെ കുറ്റക്കാരനായി കണ്ടെത്തിയ ആ ഉത്തരവ് മജിസ്ട്രേറ്റിന് ജില്ലാ ജഡ്ജിക്ക് സ്റ്റേ ചെയ്യാൻ പറ്റുകയില്ല.